ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കൂടി നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ രുചിയായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടേതാണ്. അപ്പം ഒരു ചെറുചേമ്പ് ഒഴിച്ചു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുചേമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുചേമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 എടുത്തു വെച്ചതാണ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 5-6 ചെറുചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. പിന്നീട് കറിവേപ്പ്, പച്ചമുളക്, കൊടംപുളി, ചെറിയ ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പം നമുക്ക് കൊടംപുളി ഇല്ലെങ്കിൽ വാളംപുളിയിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊടംപുളിയിൽ തയ്യാറാക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അത് ഉള്ളവർ കൊടംപുളിയിൽ തന്നെ തയ്യാറാക്കുക, അല്ലെങ്കിൽ വാളംപുളിയിലായാലും മതി. അപ്പം നമ്മുടെ കട്ട് ചെയ്ത ചേമ്പിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് മാറ്റുക. അപ്പോൾ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കണം, കാരണം ചേമ്പിന് കുറച്ച് വേവുണ്ട്, ചെറുചേമ്പിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ കുടംപുളിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം നമുക്ക്. അപ്പം പിന്നീട് നമ്മൾ അതിലേക്ക് അരപ്പിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് തേങ്ങ ഇട്ടു, അതുപോലെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതിനൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ? അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കരുത്. ഇപ്പോൾ കഷ്ണമായിട്ട് തന്നെ നമുക്കിത് കിട്ടണം. പിന്നെ അതിലേക്ക് നമ്മളെ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ലൂസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ, ചോറുണ്ണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ചിലവരിത് ചൊറിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് ചൊറിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കിയ പാടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലത്തേക്ക് അതിൻ്റെ പുളി എരിവൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.